ലാസ്റ്റ് വീഡിയോയിൽ കാ 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 കീ കീ ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. നെക്സ്റ്റ് നോക്കട്ടെ, കാ ഇതാണ് ഖ ഖ, ഇത് ഗ ഘ, ഇത് ഘ ക ഖ ഖ ഗ ങ. ഇങ്ങനെയാണ് ഇത് ക ഖ ഗ ഘ ങ. അപ്പൊ ഈ രണ്ട് ഖ ഘ നമുക്ക് പിന്നെ പഠിക്കാൻ ആവശ്യമുണ്ട്, നമുക്ക് പഠിച്ചാൽ മതി. ഇത് ങ അത്ര നമുക്ക് കന്നഡത്തിൽ അത്ര യൂസ് വരുന്നില്ല. ഈ ലെറ്ററാണ് ങ. കന്നഡത്തിൽ അത്ര യൂസ് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ വരുന്ന പോലെ കന്നഡത്തിൽ വരുന്നില്ല. മലയാളത്തിൽ നീ നീനു നീനു നീ എന്ന് പറഞ്ഞാൽ നീനു എന്ന് പറയും കന്നഡത്തിൽ. അങ്ങനെ നിങ്ങൾ ങ, അപ്പൊ അവിടെ ങാന്ന് വരും. അപ്പൊ കന്നഡത്തിൽ അത് ങാന്ന് വരുന്നില്ല ആ വേർഡ്. നിങ്ങൾ, നീവു പ്ലൂറലാണ്, നീനു നിന്റെ പ്ലൂറലാണ് നീവു. നിങ്ങളുടെ, നിമ്മതു നിമ്മതു, ഇങ്ങനെ നിമ്മതു. അതോ ങ ആ വേർഡ് എത്ര കന്നഡത്തിൽ യൂസ് വരുന്നില്ല. നമുക്ക് എന്തിനു പറഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ വരുന്ന പോലെ നീ നീനു നിങ്ങൾ, നിങ്ങൾ എന്ന് പറയുന്നത് നീവു എന്നാണ് കന്നഡത്തിൽ വരുന്നത്. ഇത് ഊ ആണ്. ഇന്നലെ അതാ ഊ, ഈ ഊ അല്ല, ഇത് ഊ അല്ല, ഇതല്ല, ഇത് ഊ തന്നെ വായിക്കാം. വാ വാ വി വി ഊ അങ്ങനെ വരും. നീവു, നിങ്ങളുടെ എങ്ങാന്ന് വരുവാടാ. പക്ഷെ കന്നഡത്തിൽ അത് നിമ്മതു എന്ന് വരുന്നത്. അതുകൊണ്ട് ഈ അക്ഷരം നമുക്ക് അത്ര കന്നഡത്തിൽ യൂസ് ഇല്ലാതെ കൊണ്ട് ഇത് പഠിക്കുന്ന ആവശ്യമില്ല. പക്ഷെ ഇത് രണ്ടും റയറായിട്ട് യൂസ് വരുന്നത് അത് പിന്നെ പഠിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ലാസ്റ്റ് വീഡിയോയിലാണ് കാന്ന് എഴുതിയത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഗ, അതുപോലെ തന്നെ അതേ ഒരേ ചേഞ്ചസ് ഒന്നുമില്ല. ഇതാണ് ഗ ഗ, ഗി ഗി, ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയ ഗീനായി. അങ്ങനെ ക കാ കി കീ എഴുതിയ പോലെ തന്നെ ഗ ഗ ഗി ഗി ഗു. ഗു ഗു ഗൃ ഗൃ ഗേ ഗേ ഗൈ ഗ ഗ ഗി ഗി ഗു ഗു ഗൃ ഗേ ഗേ ഗൈ. ഗ ഗ ഗി ഗി ഗു ഗു ഗൃ ഗേ ഗേ ഗൈ. ഗോ ആണ്, ഗോ ഗേ ഇത് ഇങ്ങനെ കൊടുത്താൽ ഗോ ആയി. ഗോ ഗൗ ഗം ഗഹ. അപ്പൊ ഇങ്ങനെ ഇത് ഗം ഗഹ ഗൗ ഗോ ഗോ ഗ ഗ ഗി ഗി ഗു ഗു ഗൃ ഗേ ഗേ ഗൈ ഗോ ഗോ ഗൗ. അപ്പൊ ഇങ്ങനെ വന്നാൽ ക, ഇത് ഖ, ഇത് ഗ, ഇത് ഘ ങ. അപ്പൊ ഈ ലെറ്റർ കന്നഡത്തിൽ അത്ര യൂസ് ഇല്ലാതെ കൊണ്ട് അത് പഠിക്കേണ്ട. ഞങ്ങൾക്ക് അടുത്ത ലെറ്ററാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ച ഛ ജ ഛ ഞ ഞ. അതുപോലെ തന്നെ ഞാൻ്റെ പോലെ തന്നെ ഞാ, അതിനെ ലെസ് യൂസ് ആക്കുന്ന കന്നഡ. സോ